ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സൗദിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇന്നലെ തൊട്ട് ചൂട് കിടന്നപ്പോൾ നല്ല ചൂട്. പിന്നെ എ സി ഇട്ട് ചേർച്ചൊന്ന് തണുപ്പിച്ചിട്ടാണ് പിന്നെ മുന്നോട്ട് പോയത്. പിന്നെ ഇന്നലെ നല്ല മഴയായിരുന്നു. രാവിലെ മഴയൊക്കെ ചാറി. ഇപ്പം തന്നെ എൻ്റെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതുണ്ടോ? കാണിക്കാം, അടുത്ത് പോയി കാണിക്കാം. നല്ല മഴ, നല്ല 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 മഴയായിരുന്നു. വെള്ളം കണ്ട് റോഡിൽ കിടക്കുന്നില്ലേ. ഇന്നിപ്പോൾ വണ്ടി കഴുകണം. വണ്ടി കഴുകണം. ഇന്നലെ വണ്ടി ഒന്ന് ചുമ്മാ തുളച്ചിട്ടതാണ്. ഇന്ന് വണ്ടി കഴുകണം. പിന്നെ ഇപ്പോൾ വണ്ടി കഴുകിയാലും പ്രയോജനമില്ല. കാരണം വണ്ടി വന്ന് വെള്ളം അടിച്ച് കഴിഞ്ഞാൽ മൊത്തമാകും. പിന്നെ സൗദി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുകയാണ്. 16-ാം തീയതിയാണ് പരീക്ഷ. ഞാൻ പഠിക്കുകയാണ്. ഏകദേശം നമ്മുടെ പരീക്ഷ പോലെയൊക്കെ ഉള്ളു. അങ്ങനെ നമ്മുടെ അടുത്ത അടയാളങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അറബിയിൽ പിന്നെ കുറച്ച് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ അതിനൊരു ആപ്പുണ്ട്. ആപ്പെടുത്ത് എനിക്കവിടുന്ന് പഠിക്കാനുള്ളതൊന്നും കിട്ടിയില്ല. ഒരു ആപ്പുണ്ടായിരുന്നു. ആപ്പെടുത്ത് അളിയൻ, ഞങ്ങളുടെ ഭാര്യയുടെ ആങ്ങള എന്ന് വെച്ചാൽ എൻ്റെ അളിയൻ, പുള്ളിക്കാരൻ എഴുതിയിട്ട് പറഞ്ഞ് പരീക്ഷ ഇംഗ്ലീഷിൽ എഴുതി ജയിച്ചത്. പുള്ളി ആദ്യം മലയാളത്തിൽ എഴുതിയത്. മലയാളത്തിൽ എഴുതുമ്പോൾ കൃത്യമായൊരു മലയാളം ഉണ്ടല്ലോ, നമ്മൾ പറയുന്ന രീതിയിലുള്ള മലയാളമല്ല, അല്ലാത്തൊരു മലയാളം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ വരുന്നതുകൊണ്ട് ആദ്യം മലയാളത്തിൽ എഴുതി അളിയൻ തോറ്റു. മലയാളത്തിലുണ്ട്, മലയാളത്തിൽ എഴുതി അളിയൻ തോറ്റു. പിന്നെ അടുത്ത ദിവസം ഡേറ്റ് കിട്ടിപ്പോയി. പിന്നെ ഇംഗ്ലീഷിൽ എഴുതി അളിയൻ പിന്നെ ജയിച്ച്. എന്നോട് പറഞ്ഞ് ഇംഗ്ലീഷും അളിയാൻ പഠിക്ക്. ഞാൻ മലയാളത്തിൽ തന്നെ എഴുതാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. മലയാളത്തിൽ ഞാൻ അവിടെ പരീക്ഷ എഴുതി എനിക്ക് നമുക്ക് അവിടെ 12 മാർക്കാണ്. ഇവിടെ 30-ൽ 22 മാർക്ക് വേണം പാസ്സാവും. നമ്മുടെ അടുത്താണെങ്കിൽ 20-ൽ 12 മാർക്കാണ് പാസ്സാവുന്നത്. 12 മാസമാകുമ്പോൾ നമ്മൾ പാസ്സായെന്ന് പറഞ്ഞ് ഇങ്ങനെ വിജയ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചു പോകും. ഇവിടെയും പക്ഷേ ഇവിടെ നമുക്ക് നല്ല കുറേ ചോദ്യങ്ങളുണ്ട് കേട്ടോ, ഒത്തിരി ചോദ്യങ്ങൾ. അവിടെയും ഇത് കൂട്ടാകാം. ഇതേ സെയിം തോൽവി മാർക്കാണ് അവിടെ. 20 ആണെങ്കിൽ അവിടെ 12. ഇന്ത്യയിലാണെങ്കിൽ 20 മാർക്കിലാണെങ്കിൽ ഇപ്പം ഇനി മാറിയിട്ടുണ്ടോ എന്ന് അറിയാം. ഞാൻ 2007 എഴുതുന്നത്. അപ്പം 20-ൽ അന്ന് നമ്മുടെ ഈ PSC പരീക്ഷയുടെ കൂട്ട് ഉണ്ട്, ഈ വരയ്ക്കുന്നതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ തുടങ്ങിയ സമയമാണ്. അന്ന് കമ്പ്യൂട്ടർ തുടങ്ങിയതേ ഉള്ളൂ ഞങ്ങൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ അന്നേരം അത് 20-നകത്ത് 12 മാർക്ക് വിജയ്. ഓക്കെ, ആ 12 മാർക്ക് കിട്ടുമ്പോൾ നമ്മൾ പാസ്സായെന്ന് പറഞ്ഞ് മാറും. 3 പേര് ചേർന്ന് എഴുതിക്കുന്നത്, കമ്പ്യൂട്ടറിനകത്തിരുന്ന് എഴുതുന്നത്. അടുത്തിരിക്കുന്ന ചൂച്ചൊന്ന് വിളിക്കുന്നുണ്ട്. നമുക്ക് തന്നെ നോക്കിയിട്ട് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമ്മളിവിടെ പേടിച്ച് നിന്ന് എഴുതുന്നത്. അപ്പോൾ അന്നേരം വെഹിക്കിൾ പറയുന്നത് നിനക്ക് വേണമെങ്കിൽ അറിയുന്നത് എഴുതി വെച്ചിട്ട് പോകും എന്ന് പറയും. അതേ കൂട്ടി ഇവിടെയും നമുക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മലയാളത്തിൽ തന്നെ എഴുതാനുള്ള തീരുമാനമാണ്. ഇംഗ്ലീഷിലോട്ട് ഞാനിപ്പോൾ ഇതുവരെ നോക്കിയില്ല, നോക്കണം. അളിയൻ പറഞ്ഞ് ഇംഗ്ലീഷുള്ളതെന്ന് പറഞ്ഞു. പിന്നെ വേറെ കൂട്ടുകാരനെ വിളിച്ചാൽ ചേട്ടാ ഇംഗ്ലീഷായിരിക്കും നല്ലത്. അവന്മാർ അന്ന് എഴുതിയപ്പോൾ ഇംഗ്ലീഷായിരുന്നു. ഒരു 6 വർഷം മുമ്പ് എഴുതിയപ്പോൾ മലയാളം ഇല്ലായിരുന്നു പറഞ്ഞു. പക്ഷേ അളിയൻ പറഞ്ഞ് മലയാളം ഉണ്ടെന്ന് പറഞ്ഞു. എന്തായാലും മലയാളത്തിൽ തന്നെ നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിജയകഥയും കിട്ടും അതിനെയും വരും. പിന്നെ അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായിട്ട് അവിടെ പോയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറയാം. പരീക്ഷയ്ക്കും ചിലട്ടെ. കാരണം നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ ഇവർക്ക് വലിയത് നമ്മൾ വീണ്ടും പൈസ മുടക്കൊണ്ട് വരും. അതാണ് ഇതിനകത്ത് വേറെ നമ്മുടെ കൂട്ടുള്ള ചെറിയ ഇത് കാര്യങ്ങളല്ല, എമൗണ്ടല്ല. പിന്നെ ഈ എമൗണ്ടൊക്കെ ഞാൻ വിളിച്ച് കറക്റ്റായിട്ടുള്ളത് പറയാം, എത്ര രൂപയായെന്നുള്ളത്. ഇപ്പം നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ എത്ര രൂപയായെന്നുള്ളത് ഞാൻ പറയാം. അത് ചോദിക്കാം കേട്ടോ. ഒരു ദിവസം നല്ല നിന്നാലേ പറ്റത്തുള്ളൂ, അന്നേരം ചോദിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, വീഡിയോ നിർത്തുന്നു.